ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സമുന്നതനായ നേതാവായിരുന്ന പാസ്റ്റർ കെ എബ്രഹാം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടിട്ട് 50 വർഷം തികയുകയാണ്. 1974 ഡിസംബർ 9 അദ്ദേഹം കർത്തൃസഭയിൽ ചേർക്കപ്പെട്ടത്. കഴിവുകൊണ്ടും ദൈവകൃപ കൊണ്ടും ബുദ്ധി കൊണ്ടും സഭയെ വളർച്ചയുടെ പാതയിലെത്തിച്ചതിന് ത്വരിതഗതിയിൽ വളർത്തിയെടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ച ആളാണ് കെ എബ്രഹാം സാറെന്ന് ഉണ്ണി സാറെന്നൊക്കെ വിളിക്കുന്ന പാസ്റ്റർ കെ എബ്രഹാം. അദ്ദേഹത്തിൻ്റെ കഴിവും പ്രാപ്തി ഇന്ത്യ പെന്തക്കോസ്ത് സഭയുടെ വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും അത് പ്രയോഗിക്കേണ്ട സമയങ്ങളെല്ലാം കൃത്യമായി പ്രയോഗിച്ചതിനെ വളർത്തിയെടുത്ത ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ 50ാം മരണ വർഷത്തെക്കുറിച്ച് ഒരറിവ് നമുക്ക് ലഭിച്ചത് ഈ അടുത്താണ് എനിക്ക് ലഭിച്ചത്. അദ്ദേഹത്തിൻ്റെ മരണസമയം എനിക്ക് ഓർമ്മയുണ്ട്, എന്നാൽ ആ ദിവസമൊക്കെ മറന്നുപോയി. എന്നാൽ അത് കൃത്യമായ ആ ദിവസം എനിക്ക് ലഭിച്ചത് ജീവമന്ന എന്ന പ്രസിദ്ധീകരണത്തിൽ നിന്നാണ്. ദക്ഷിണേന്ത്യ ദൈവസഭയുടെ പ്രവർത്തകനായിരുന്ന ആളാണല്ലോ അദ്ദേഹം ആദ്യകാലങ്ങളിൽ 1923 24 അന്ന് അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ദക്ഷിണേന്ത്യ ദൈവസഭയുടെ പ്രസിദ്ധീകരണ വിഭാഗമായ അതിൻ്റെ പ്രസിദ്ധീകരണമായ ജീവമെന്നയിൽ അദ്ദേഹത്തിൻ്റെ മരണവാർത്ത വന്നിരുന്നു. അന്ന് അതിൻ്റെ മാനേജിംഗ് എഡിറ്ററായിരുന്നു പ്രശസ്തനായ ക്രൈസ്തവ സാഹിത്യകാരനായ ശാമുവൽ മേനാസാർ. ശാമുവൽ മേനാസാറിൻ്റെ മകൻ മാക്സി വിശ്വാസ് മേനയാണ് ഈ കാര്യം എന്നെ ബോധ്യപ്പെടുത്തി. അതിൻ്റെ അന്ന് ജീവമെന്നയിൽ അദ്ദേഹത്തിൻ്റെ മരണത്തെക്കുറിച്ച് എഴുതിയിരുന്ന വാർത്ത എന്നെ ബോധ്യപ്പെടുത്തിയത്. അദ്ദേഹം നിത്യതയിലേക്ക് ചേർക്കപ്പെട്ട് 50 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ 50 വർഷത്തിനിടയിൽ IPCയിലുണ്ടായ രൂപപരിണാമങ്ങൾ എത്രമാത്രം വലുതാണ്, മാറ്റങ്ങൾ എത്രമാത്രം വലുതാണ് എന്ന് ഒന്ന് ബോധ്യപ്പെടുത്തുക. അദ്ദേഹത്തിൻ്റെ മരണദിവസം നമ്മൾ ആഘോഷിക്കുന്നില്ലെങ്കിലും അത് നമ്മുടെ വിശ്വാസ സമൂഹത്തെ ഒന്ന് ഓർമ്മിപ്പിക്കുക എന്നതൊക്കെയാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ലക്ഷ്യമിടുന്നത്. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ സ്ഥാപകൻ എന്ന വാക്കിനോട് എനിക്ക് യോജിപ്പില്ല. സ്ഥാപകരായ പ്രശസ്തരായ എന്ന് പ്രവർത്തിച്ച മുൻനിര പോരാളികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. സ്ഥാപക നേതാക്കൾ പലരുണ്ട്, അതിൽ ഏറ്റവും പ്രശസ്തനായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ തെറ്റില്ല. 1936 ഏലൂരിൽ IPC രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ 20-ലധികം ആളുകൾ ആ ബോർഡിൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രശസ്ത സാഹിത്യകാരനായ സാജു മാത്യു, മരപ്പറ്റ സാജു എന്ന് അറിയപ്പെടുന്ന സാജുവിൻ്റെ പുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിൽ 18ാമത്തെ സ്ഥാനമായിട്ടാണ് കെ എബ്രഹാം സാറിൻ്റെ പേര് കാണുന്നത്, മുൻനിരയിൽ പാസ്റ്റർ PM ശാമുവലിൻ്റെയും. അങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ സ്ഥാപക പ്രസിഡന്റ് പാസ്റ്റർ PM ശാമുവൽ എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. പിന്നെ അടുത്ത സമയത്ത് നടന്ന ഇലക്ഷനിൽ കെ എബ്രഹാം സാർ അതിൻ്റെ മുമ്പിൽ വരികയും രാജീവനാഥ് അദ്ദേഹം തന്നെ IPCയുടെ ജനറൽ പ്രസിഡന്റായിരിക്കുകയും ചെയ്തു എന്നതാണ് പിൽക്കാല ചരിത്രം. ഏലൂരിൽ 1936 IPC സ്ഥാപിച്ചപ്പോൾ അത് രജിസ്റ്റർ ചെയ്തപ്പോൾ അന്നു മുതലാണ് സഭ ആരംഭിച്ചത് എന്ന് പറയുന്നതാവും ശരി. 1923 ആറാട്ടുപുഴക്കടവിലെ കൺവെൻഷനോട് ബന്ധിച്ച് നമ്മൾ 100 വർഷം കണക്ക് കൂട്ടുന്നില്ല. ആ കണക്കൊക്കെ തെറ്റാണ്. അത് ഒരിക്കലും ശരിയല്ല. ചരിത്രത്തോടും സത്യത്തോടും നീതി പുലർത്തേണ്ടവരാണ് നാം. 1936 IPC സ്ഥാപിതമായത്. അതിനു മുമ്പ് പല പേരുകളിൽ ആ പ്രസ്ഥാനം അറിയപ്പെട്ടിരുന്നു. കെ എബ്രഹാം സാറ് ബ്രദറൻ സഭയിൽ നിന്നും വിശ്വാസത്തിലേക്ക് വന്ന ആദ്യകാലങ്ങളിൽ പ്രവർത്തിച്ചത് ദക്ഷിണേന്ത്യ ദൈവസഭയിലായിരുന്നു. AD ഖാൻ മുതലായ ആളുകൾ പ്രവർത്തിച്ചിരുന്ന, ഇന്നും ആ സഭ അത്ര വിപുലമായ അല്ലാത്ത രീതിയിലാണെങ്കിലും പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ ആ പ്രസ്ഥാനത്തിൽ അദ്ദേഹം സ്ഥാനങ്ങൾ വഹിച്ചു. അതിൻ്റെ പ്രവർത്തകനായി മുന്നോട്ട് പോയി. 1922 ജനുവരി 30 അദ്ദേഹത്തിൻ്റെ വിവാഹം നടന്നത്. ആ വിവാഹ രജിസ്റ്റർ ബുക്ക് ഇപ്പോഴും കൊച്ചി എക്ലേഷ്യ സെൻട്രൽ അത് സൂക്ഷിച്ചിട്ടുണ്ട്. അതിനുശേഷം അദ്ദേഹം സിലോൺ പെന്തക്കോസ്ത് മിഷനിൽ പ്രവർത്തിച്ചതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. AG ആയിട്ട് ചേർന്ന് പ്രവർത്തിച്ചു.
തെന്നിന്ത്യ ദൈവസഭയുണ്ടായി. അതിനുശേഷം പിന്നെ IPC രൂപീകരിച്ച് അങ്ങനെ പല കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന പല സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് ചരിത്രം കാണുന്നുണ്ട് നമുക്ക്. അപ്പം അങ്ങനെ പ്രവർത്തിച്ചു വന്ന KE എബ്രഹാമിൻ്റെ കാലത്തും അഭിപ്രായ വ്യത്യാസങ്ങൾ സഭയിലുണ്ടായി. ഉണ്ടായെങ്കിലും അത് പ്രശ്നങ്ങളിലേക്ക് കടക്കാതെ വലിയ ഇഷ്യൂസ് ആകാതെ അതൊക്കെ ചർച്ച ചെയ്തും സ്നേഹത്തിൻ്റെ ഭാഷയിലൊക്കെ പറഞ്ഞ് പരിഹരിച്ച പ്രശ്നം തീർത്തായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ഇന്നത്തെ IPCയുടെ ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണശേഷം നടന്ന സംഭവവികാസങ്ങൾ പരിശോധിച്ചാൽ അതീവ ഗുരുതരാവസ്ഥയിലൂടെയാണ് സഭ പോകുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മകൻ പാസ്റ്റർ TS എബ്രഹാമിൻ്റെ കാലത്തും ഇഷ്യൂസ് ഉണ്ടായി, കേസുകളിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി, അതും പരിഹരിക്കപ്പെടാൻ സാധിച്ചില്ല. അത് നിലനിന്ന് പോന്നു. കുറേ പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ കാലത്തും ഉണ്ടായി. ക്രിമിനൽ സംഘങ്ങളുടെ ഒരു കൂട്ടം തന്നെ, ഒരു ഗ്രൂപ്പിൽ ചില ആളുകൾ ഹെബ്രോൻ കൈയടക്കാൻ ശ്രമിച്ച ചരിത്രമൊക്കെ നമുക്കറിയാം. ഇന്ന് അത് അതിശക്തമായി മുന്നോട്ട് പോകുന്നു എന്നതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. IPCയിൽ TS എബ്രഹാമിൻ്റെ കാലത്തിന് ശേഷം മകൻ വത്സൻ എബ്രഹാമിൻ്റെ കാലമായപ്പോഴേക്കും യാദൃച്ഛികമായ കുറേ സംഭവവികാസങ്ങൾ കുമ്പനാട് കേന്ദ്രമായി ഉരുണ്ടുകൂടുകയും ഭരണത്തിൽ കുറേ വൈകല്യങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വമാണോ എന്ന് ചോദിച്ചാൽ അതേക്കുറിച്ചൊരു ഓപ്പറേഷൻ ഞാനിപ്പോൾ തയ്യാറല്ല. എങ്കിലും അനാത്മീയതയുടെ അംശങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ കുമ്പനാടിലേക്ക് പ്രവേശിച്ചു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുടെയൊക്കെ തള്ളിക്കയറ്റം കുമ്പനാട്ടിലേക്ക് ഉണ്ടായി. ഞാൻ ആ കുമ്പനാട് നടക്കുന്ന ഇപ്പോഴും ഭരണ സംവിധാനങ്ങളെക്കുറിച്ചോ അല്ല അവിടുത്തെ അപജയങ്ങളെക്കുറിച്ചോ ഒരുപാട് ആളുകൾ നിഷ്കാസിതരായതിനെക്കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ മനസ്സിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം പാസ്റ്റർ KE എബ്രഹാമിൻ്റെ പ്രവർത്തന കാലഘട്ടത്തെ സഭയുടെ പുരോഗതി തന്നെയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള പ്രവർത്തനങ്ങളാണ് പ്രാദേശിക പേരിട്ടുകൊണ്ട്, അതായത് അമേരിക്കൻ നാമങ്ങളൊന്നും കൂടാതെ തന്നെ പ്രാദേശിക പേര് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ എന്ന നാമകരണം ചെയ്തുകൊണ്ട് സഭ വളർത്തിയെടുത്തതിൽ അദ്ദേഹത്തിൻ്റെ പങ്ക് അത് പ്രശംസിക്കാതിരിക്കാൻ നിർവാഹമില്ല. അദ്ദേഹം മനുഷ്യാധ്യനായ ഒരു നേതാവ് തന്നെയായിരുന്നു. എന്നാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഒരു സ്ഥാപകൻ എന്ന പേരിന് അദ്ദേഹത്തിന് ആ ചാർത്തി കൊടുക്കുന്നതിൽ ഒരു അനീതി ഉണ്ട്. കാരണം ഒരുപാട് ആളുകൾ IPCയുടെ വളർച്ചയ്ക്ക് വേണ്ടി ആജീവനാന്തം പരിശ്രമിച്ചിട്ടുണ്ട്, PM ഷാമിൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ തന്നെ. എന്നാൽ ഇന്നത്തെ ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ അവസ്ഥയാണ് നമ്മളെ എല്ലാവരെയും മാനസികമായി വിഷമതയിലും ബുദ്ധിമുട്ടിലും ആക്കുന്നത്. എൻ്റെ പശ്ചാത്തലം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 70കളിൽ അണക്കര IPC സഭയിലാണ് ഞാൻ സ്നാനപ്പെട്ടത്. ഞാൻ വളർന്നതും എൻ്റെ ബാല്യകാല ശൈശവല്ല ബാല്യകാല യൗവനകാലം ഒക്കെ ചെലവഴിച്ചതെല്ലാം വളർന്നതും പ്രവർത്തിച്ചതെല്ലാം അണക്കര IPC സഭയുമായി ബന്ധപ്പെട്ടായിരുന്നു. ഞങ്ങളൊക്കെ അവിടെ വിശ്വാസത്തിൽ വരുന്ന കാലത്ത് ആദ്യകാലങ്ങളിൽ കണ്ണാടിയ പ്രാച്ചൻ എന്ന് പറയുന്ന കിഴക്കേടത്ത് KG എബ്രഹാം ആയിരുന്നു സെൻട്രൽ പാസ്റ്റർ. അതിനുശേഷം പാസ്റ്റർ PH പീറ്റർ വന്നു. അതിനുശേഷം പാസ്റ്റർ KE മാത്യുവിൻ്റെ കാലമാണ് ഏറ്റവും കൂടുതൽ കാലഘട്ടം ഞങ്ങൾ ആ സഭയിലുണ്ടായിരുന്നത്. അപ്പോൾ IPC ആയിട്ട് അഭേദ്യമായൊരു ബന്ധം നമ്മുടെ മനസ്സിൽ അന്നുകൊണ്ട് ഇന്നുകൊണ്ട്. അതിൻ്റെ ഉണ്ടാകുന്ന അപജയങ്ങൾ നമ്മുടെ കുടുംബത്തിനേക്കുന്ന ഒരു അപജയവും ബുദ്ധിമുട്ട് പോലെയാണ് നമ്മൾ കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് സഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ മാനസികമായി എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ട്. വളരെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയിലെ ഓരോ വിശ്വാസികൾക്കുമുണ്ട്. എന്നാൽ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മറ്റു പല പെന്തക്കോസ്ത് സഭകളിലേതും പോലെ സഭാ ഹെഡ്ക്വാർട്ടറിലുള്ള രാഷ്ട്രീയം പ്രാദേശിക സഭകളിൽ IPCയിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് IPCയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം. യാതൊരു കാരണവശാലും കുമ്പനാട് സഭാ രാഷ്ട്രീയം ഒരു IPC പ്രാദേശിക സഭകളിൽ ചർച്ച ചെയ്യപ്പെടുകയോ അതൊരു ഇഷ്യൂ ആവുകയോ അവിടെ ചെയ്തിട്ടില്ല. അതാണ് IPCയുടെ വളർച്ചയുടെ മുഖ്യ കാരണവും ഇന്ന് സഭ നിലനിൽക്കുന്നതിൻ്റെയും കാരണം സ്വതന്ത്രമായൊരു ചിന്താഗതി ഓരോ സഭയ്ക്കുള്ളത് കൊണ്ട് ഒരു രാഷ്ട്രീയ പ്രവർത്തനവും കുമ്പനാട് രാഷ്ട്രീയ കളികളൊന്നും തന്നെ നമ്മുടെ പ്രാദേശിക സഭകളിലേക്ക് കടന്നു കയറിയിട്ടില്ല. അത് ആശ്വാസകരമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് IPC ലോക്കൽ സഭകളും എല്ലാം ഭദ്രമാണ്, യാതൊരു കുഴപ്പവും എന്നത് സംഭവിച്ചിട്ടില്ല. കുമ്പനാട് രാഷ്ട്രീയം അവരെ ബാധിക്കുന്നേയില്ല, ശ്രദ്ധിക്കുന്നേയില്ല എന്നതാണ് ഏറ്റവും വലിയ ഒരു ശ്ലാഘനീയമായ ഒരു കാര്യം. എന്നാൽ മാനസികമായ മറ്റൊരു വിഷയം ഞാൻ പറയാം. സഭയ്ക്ക് അപജയം സംഭവിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ സഭകളിൽ കയറിയില്ലെങ്കിലും വിശ്വാസികൾ ഈ കാര്യത്തിൽ ദുഃഖിതരാണ്. അതുകൊണ്ട് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആദ്യ കാലഘട്ടങ്ങളിൽ ഉണ്ടായ ആത്മീയ അനുഭവങ്ങൾ ആ വിശുദ്ധിയും വേർപാടും പാലിച്ചുള്ള ജീവിതം, സ്നേഹത്തിൻ്റെ ആധിക്യത്താലുള്ള ആ ഒരു ജീവിതം, ആദ്യം 1-ാം നൂറ്റാണ്ടിലെ ജീവിതാനുഭവം, ഇതൊക്കെ
വന്ന് ഈ സഭകളിൽ ഇനിയും ഉണ്ടാവുകയും സഭ ആദ്യകാല അനുഭവങ്ങളിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യുമെന്നാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നത്. സഭയുടെ അധപ്പതിച്ചു പോയും ഇല്ലാതെ പോയി എന്നൊന്നുമില്ല. ഒരു കാലഘട്ടങ്ങളിൽ എല്ലാ പ്രസ്ഥാനങ്ങളും അങ്ങനെ തന്നെയാണ്. 50 വർഷത്തിൽ കൂടുതലൊന്നും ഒരു പ്രസ്ഥാനം അതിൻ്റെ തനതായ ശൈലിയിൽ ആ പ്രത്യയശാസ്ത്രത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് നിന്നിട്ടില്ല. കുറേ കാലഘട്ടങ്ങളിൽ അപജയം ഉണ്ടാകും. അതിന് നമ്മുടെ സഭകൾക്ക് ഉണ്ടായിട്ടുള്ളത് അത് തന്നെയാണ്. അതുകൊണ്ട് ഈ നാളുകളിൽ സഭകൾക്ക് മാറ്റമുണ്ടാകും. IPCയുടെ കുമ്പനാട് സംശുദ്ധമാക്കപ്പെടും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. സ്നേഹത്തിൻ്റെ അധിഷ്ഠിതമായ ഒരു ജീവിതശൈലിയിൽ പുറത്താക്കപ്പെട്ടവരും പുരുള്ളവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു ആദ്യകാല അനുഭവങ്ങളിലേക്ക്, ആ അനുഭവത്തിലേക്ക് സഭ എത്തിപ്പെടും. നീതിബോധമുള്ള ഒരു സഭയായി മാറും, സത്യസന്ധതയുള്ള ഒരു സഭയായി മാറും, വിശുദ്ധീകരണത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സഭയായി മാറും. അങ്ങനെ എല്ലാവരും കൂടെ ചേർന്ന് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസ്യ വളർച്ചയ്ക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ കുമ്പനാട് സംജാതമാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതിൽ ഓരോരുത്തരും നമുക്ക് പങ്കാളികളാകാം, പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി ഒരുങ്ങാം. അതങ്ങനെ വരുമെന്ന് പ്രത്യാശിക്കേ വഴിയുള്ളൂ. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കെ ഇബ്രാഹിം സാറിൻ്റെ മരണം, മരിച്ചിട്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കയറിപ്പോട്ട് 50 വർഷം പൂർത്തിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അന്നത്തെ ജീവിതാനുഭവങ്ങളും ഇന്നത്തെ ജീവിതാനുഭവങ്ങളിലും കൂടെ ഒരു താരതമ്യ പഠനം നടത്തുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് ഈ വീഡിയോ ഇപ്പോൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആദ്യകാല അനുഭവങ്ങളിലേക്ക് സഭ മടങ്ങി വരുവാനുള്ള പ്രാർത്ഥനയും ജാഗരണവും പ്രവർത്തനവും നമ്മുടെ പക്കൽ നിന്ന് ഉണ്ടാകണമെന്ന് ഈ സമയത്ത് വിശ്വസിക്കുന്നു. ഒരു നല്ല നാളേക്ക് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ആദ്യ അനുഭവങ്ങളിലേക്ക് IPC മടങ്ങിച്ചെല്ലും എന്ന് തന്നെയാണ് ഞാൻ 100% വിശ്വസിക്കുന്നത്.